ഹായ് ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോണത്. നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ക്ലേ ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. ക്ലേ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതുപോലെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കാം. അന്ന് ആ വീഡിയോ ചെയ്യുമ്പോൾ കുറേ പേരൊക്കെ കുറച്ച് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള മറുപടിയൊക്കെ ഇന്ന് വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ബോട്ടിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഡ്രൈ ആക്കി എടുത്തിട്ട് ബേസ് കോട്ടായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. വൈറ്റ് കളർ അക്രിലിക് പെയിൻ്റാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. ഒരു സ്പഞ്ച് ഉപയോഗിച്ച് ഡാബ് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ ബോട്ടിലിൻ്റെ പകുതി വരെയാണ് വൈറ്റ് കളർ കൊടുത്തിട്ടുള്ളത്. താഴ്ഭാഗത്ത് വൈറ്റ് കളർ പെയിൻറ്റിൽ ഒരല്പം ബ്ലൂ കളർ കൂടി മിക്സ് ചെയ്ത് ഒരു ലൈറ്റ് ബ്ലൂ കളറാക്കിയിട്ടാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഈ ബ്ലൂവും വൈറ്റും കൂടി ചേർന്ന് വരുന്ന ഭാഗത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് രണ്ട് കളറും കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഒരു കോട്ട് പെയിൻറ്റ് ചെയ്ത് നന്നായി ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഒരു കോട്ടും കൂടി പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോഴാണ് നല്ല ഫുള്ളായിട്ടൊരു കവറേജ് കിട്ടുള്ളൂ. ഇതിപ്പോൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു പേപ്പറിൽ കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് നമ്മൾ ഈ ബോട്ടിലിൽ ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ്. ഇങ്ങനെ പേപ്പർ ഒട്ടിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പിൽ പെയിൻറ്റ് ചെയ്ത് കൊടുത്താലും മതി. വൈറ്റ് കളർ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. ഇനി നമ്മുടെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ക്ലേ എടുത്തിട്ടുണ്ട്. ഇതിൽ മൈദ, ചൂടുവെള്ളം, ഉപ്പ്, അതുപോലെ കുറച്ച് ബോഡി ലോഷൻ, ഇത്രയും കൂടിയിട്ടാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ക്ലേ വെച്ചിട്ട് റോസാപ്പൂ ഉണ്ടാക്കി കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. താഴെ ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ ഞാൻ കുറച്ച് ടാൽക്കം പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇത് പരത്തിയെടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മളൊരു ചെറിയ കുപ്പിയുടെ അടപ്പെടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് റൗണ്ട് ഷേപ്പുകൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇനി ഓരോ റൗണ്ടും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തെടുക്കുക. എന്നിട്ട് 5 റൗണ്ട് നമ്മൾ എടുക്കുക. പൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോന്നിൻ്റെയും ചുറ്റുള്ള ഭാഗം ഇതേപോലെ വിരൽ വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്ന് തിന്നാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ നടുക്കിലായിട്ട് ഒരല്പം ഗ്ലൂ ആക്കി കൊടുക്കുക. കൈ വെച്ചിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തൊരു റൗണ്ട് എടുക്കുക. അതിൻ്റെ ചുറ്റുള്ള ഭാഗം ഇതേപോലെ വിരൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ആ റൗണ്ട് ഉണ്ടല്ലോ, അതിൻ്റെ ഏകദേശം പകുതി വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നടുക്കിലായിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നടുക്കിൽ മാത്രമേ പ്രസ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ചുറ്റുമുള്ള ഭാഗമൊക്കെ അതേപോലെ അനക്കാതെ തന്നെ വയ്ക്കുക. ഇതിൽ വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്യുക. അടുത്തൊരെണ്ണം ഇതേപോലെ ചുറ്റുമുള്ള ഭാഗം പ്രസ് ചെയ്ത് ഒന്ന് തിന്നാക്കി കൊടുത്ത് ഇതിൻ്റെ മേലെയായിട്ട് നടുക്കിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഈ രീതിയിൽ 5 എണ്ണവും നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് മേലേന്ന് ഇങ്ങനെ പതുക്കെ ചുരുട്ടി താഴേക്ക് കൊണ്ടുവരിക. നമ്മൾ റോസാപ്പൂ പല രീതിയിൽ നമുക്ക് ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഓരോരോ പെറ്റൽസ് ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഈ ഒരു രീതി വളരെ സിമ്പിളാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഇതേപോലെ ഇങ്ങനെ ചുരുട്ടി എടുത്തിട്ട് നടുക്കിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 2 റോസാപ്പൂക്കൾ കിട്ടും. ഇതേപോലെ കിട്ടും. ഇനി ആ ഒരു ചുറ്റുമുള്ള പെറ്റലുണ്ടല്ലോ, അതൊക്കെ ഒന്ന് വിടർത്തി വെച്ച് കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ നമുക്ക് റോസിൻ്റെ പോലെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 എണ്ണം റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള എത്ര എണ്ണം വേണമെന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്ക് ലീഫ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ കുപ്പിയുടെ അടപ്പ് വെച്ചിട്ട് തന്നെ ഇതേപോലെ 2 സൈഡിൽ നിന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആവശ്യമുള്ള സൈസിലുള്ള ലീഫ് റെഡിയാക്കി എടുക്കാം. ഇനി ഒരു കത്തി യൂസ് ചെയ്ത് ഇതിൽ ലീഫിൻ്റെ പോലെ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. കൈ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ലീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ കുറച്ച് പൂക്കളും ഇലകളും നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ട് നമ്മുടെ ബോട്ടിലിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ റൗണ്ട് ഷേപ്പിൽ പേപ്പർ ഒട്ടിച്ചിട്ടില്ലേ, അതിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്കിതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തപ്പോൾ കുറച്ച് പേരെങ്കിലും കുറച്ച് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. മുമ്പ് ചെയ്തപ്പോൾ ശരിയായിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എടുത്തിട്ടുള്ള ആ സെയിം അളവിൽ തന്നെ നിങ്ങളെല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കുക. നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്യുക. ഇതിലത്തെ ഉപ്പ് ഫുള്ളായിട്ട് അലിയണ വരെ സമയമെടുത്ത് കുഴച്ച് മിക്സ് ചെയ്യുക. ഉപ്പ് അലിയാണ്ടിരുന്നാൽ ചെറുതായിട്ടൊരു തരിതരിപ്പ് ഉണ്ടാവും. അപ്പോൾ അത് പാടില്ല. ഉപ്പ് ഫുള്ളായിട്ട് അലിയണ വരെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഉപ്പ് അലിഞ്ഞ് വരുമ്പോൾ എന്തായാലും കുറച്ചൊരു നനവ് നമുക്ക് തോന്നും. ആ ഒരു ടൈമിൽ കയ്യിൽ ഒട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചും കൂടി മൈദ ആഡ് ചെയ്ത് കൊടുക്കുക. കയ്യിൽ ഒട്ടാത്ത പരുവത്തിൽ കിട്ടണം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ ഉപ്പ് ഫുള്ളായിട്ട് അലിഞ്ഞിട്ട് വേണം
നമ്മൾ ഇതുപോലെ ബോട്ടിൽ ആർട്ട് ചെയ്തെടുക്കാനായിട്ട് ഉപ്പ് മുഴുവനായിട്ടും അലിയാണ്ട് നമ്മൾ ബോട്ടിൽ ആർട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോട്ടിലിൽ ഇതൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷമായിരിക്കും അന്തരീക്ഷ വായുവൊക്കെ ആയിട്ട് ചേർന്ന് ഉപ്പ് അലിഞ്ഞ് വരിക. നമ്മൾ ഈ ക്ലേ ഉണങ്ങല്ല ചെയ്യുക, പകരം ഉപ്പ് അലിയായിരിക്കും ആ ഒരു സമയത്ത് ഉണ്ടാവുക. അങ്ങനെ ആകുമ്പോഴാണ് ഇതിൽ നിന്ന് ഇത് അടർന്ന് വീണു അതുപോലെ അലിഞ്ഞു പോകണു എന്നൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ. അതിൻ്റെ കാരണം അതാണ്, ഉപ്പ് മുഴുവനായിട്ടും അലിഞ്ഞതിന് ശേഷം കയ്യിൽ ഒട്ടണുണ്ടെന്ന് വെച്ചാൽ കുറച്ചും കൂടി മൈദ ആഡ് ചെയ്ത് നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്ത് ഒട്ടാത്ത പരുവത്തിലായതിന് ശേഷം മാത്രമാണ് നമ്മൾ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ പിന്നെ ഒരു പ്രശ്നവും വരില്ല കേട്ടോ. ഞാൻ ഈ ഒരു ബോട്ടിൽ ചെയ്തിട്ട് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്ത് ഒരു കുഴപ്പവും ഇല്ലല്ലോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ എനിക്ക് ഈ കാര്യം കൂടി നിങ്ങളുടെ അടുത്ത് പറയാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ക്ലേ ഒക്കെ ചെയ്തതിന് ശേഷം ഒരു 2 ദിവസം നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി വെക്കുക. നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ നമ്മളിതിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഉള്ളിലൊക്കെ ഫുള്ളായിട്ട് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൊടുക്കുക. 2 ദിവസത്തിന് ശേഷം മാത്രം നമ്മളിതിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. കളർ കോമ്പിനേഷനൊക്കെ നമ്മളുടെ ഇഷ്ടപ്രകാരം ഏത് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ പൂക്കൾക്ക് ഒരു ഓറഞ്ചിഷ് യെല്ലോ കളറും അതേപോലെ ലൈറ്റ് ബ്ലൂ കളറുമാണ് കൊടുക്കുന്നത്. പിന്നെ ഇലകൾക്കൊക്കെ ഗ്രീൻ കളർ കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ പേപ്പർ ഒട്ടിച്ച ഭാഗം ഉണ്ടല്ലോ, അവിടെയായിട്ട് വൈറ്റ് കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ആക്രിലിക് പെയിൻ്റാണ് എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ സൈഡിലായിട്ട് നമ്മൾ ക്ലേ വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ ഗോൾഡൻ കളർ പെയിൻ്റാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ കളേഴ്സും നമ്മളുടെ ഒരു ഇഷ്ടപ്രകാരം എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ പേപ്പർ ഒട്ടിച്ച ഭാഗത്തായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യം എഴുതി കൊടുക്കാം. ഇങ്ങനെ എഴുതാനായിട്ട് നമുക്ക് പെർമനൻറ്റ് മാർക്കർ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മുടെ ആക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ച് ലൈനർ ബ്രഷ് വെച്ചിട്ട് നമുക്കിതുപോലെ എഴുതി കൊടുക്കാം. വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കണതെന്ന് വെച്ചാൽ അവരുടെ പേരിൻ്റെ ആദ്യത്തെ ലെറ്റേഴ്സ് എഴുതുക, താഴെയായിട്ട് വെഡിങ്ങിൻ്റെ ഡേറ്റ് എഴുതാം. ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ബർത്ത്ഡേ ഉള്ള ആളുടെ പേര് എഴുതാം, അതല്ലാന്നുണ്ടെങ്കിൽ പേരിൻ്റെ ആദ്യത്തെ ലെറ്റർ എഴുതാം, എന്നിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് എഴുതാം. അങ്ങനെ ഇഷ്ടമുള്ള കാര്യം നമുക്കിതിൽ എഴുതി കൊടുക്കാവുന്നതാണ്. ലാസ്റ്റായിട്ട് നമ്മൾ വാർണിഷ് അടിച്ചു കൊടുക്കാം. ഞാനിവിടെ പെബിയോടെ പിക്ചർ വാർണിഷ് സ്പ്രേ വാർണിഷാണ്, ഇത് വെച്ചിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. നമുക്ക് വേണമെന്ന് വെച്ചാൽ ക്ലിയർ വാർണിഷ് ഉണ്ടല്ലോ, അതടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടമായെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ ഞാൻ എഫേർട്ട് എടുത്തിട്ടാണ് വീഡിയോസൊക്കെ ചെയ്യണതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ല് മറക്കാണ്ട് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ, മിസ് ചെയ്യാണ്ട് കാണാനും പറ്റുള്ളൂ. അപ്പോൾ ഞാനിന്ന് പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.